സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം. പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം, അതും മിതമായ നിരക്കിൽ. സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ്. ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക്. മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ. അന്ന ഫുഡ്വെയർ, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ കിഫയുടെ തൃശൂർ ജില്ലാ ഭരണസമിതി തെരഞ്ഞെടുപ്പ് എളനാട് വെച്ച് നടന്നു. എളനാട് SNDP ശാഖാ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കിഫ ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി അധ്യക്ഷനായിരുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന വിഭാഗം മലയോര കർഷകരാണെന്നും സർക്കാരും വനം വകുപ്പും വന്യമൃഗശല്യത്തെ ശരിയായ വിധത്തിലല്ല വിലയിരുത്തുന്നത് എന്നും വന്യമൃഗങ്ങൾ കർഷകരുടെ ജീവിതമാർഗമായ കൃഷി പൂർണ്ണമായി നശിപ്പിക്കുമ്പോൾ കാർഷിക വിളകൾക്ക് സംരക്ഷണം കൊടുക്കുവാൻ കഴിയാത്ത സർക്കാരുകൾ നശിപ്പിക്കപ്പെട്ട വിളകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാനും തയ്യാറാവുന്നില്ല എന്നും ജീവനും ജീവിതോപാധിയും നഷ്ടപ്പെടുന്ന കർഷകർ സ്വയം പ്രതിരോധത്തിന് ഇറങ്ങുമെന്നും യോഗം വിലയിരുത്തി. ഒരു വിഭാഗം ജനങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടാൽ അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ എത്ര മിഷനറികൾ ഒരുമിച്ച് നിന്നാലും നേരിടാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും മുഖ്യപ്രഭാഷണം നിർവഹിച്ച് സംസാരിച്ച എളനാട് വായനശാല പ്രസിഡന്റ് KT ദേവസി അഭിപ്രായപ്പെട്ടു. പഴയന്നൂർ പഞ്ചായത്തിലെ മലയോര വാർഡുകളിൽ കാട്ടാനശല്യം ഇനിയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും പഴയന്നൂർ പഞ്ചായത്തും വനം വകുപ്പും സർക്കാരും ആനയെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് RRTയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ വാഹനങ്ങളും മറ്റും നൽകണമെന്നും കിഫ പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T രാംകുമാറും ആവശ്യപ്പെട്ടു. ജിനോ ജോർജ്, PUS അബ്രഹാം, ജോമറ്റ് ജോസ്, രാജൻ മോളത്ത്, AV അർജുനൻ, EJ സണ്ണി തുടങ്ങിയവരും ചർച്ചയിൽ പങ്കുകൊണ്ട് തങ്ങളുടെ കാർഷിക മേഖലയിലെ നിജസ്ഥിതി വ്യക്തമാക്കി. ജില്ലാ ഭരണസമിതിയിലേക്ക് പ്രസിഡന്റായി ജോസ് വർക്കി അതിരപ്പിള്ളിയെയും വൈസ് പ്രസിഡന്റായി രാജൻ മോളത്ത് തെക്കുംകരയെയും വർഗീസ് പോൾ പരിയാരത്തെ സെക്രട്ടറിയായും ജേക്കബ് മണ്ടോളി തെക്കുംകരയെ ജോയിന്റ് സെക്രട്ടറിയായും ട്രഷററായി EJ സണ്ണി പഴയന്നൂരിനെയും യോഗം തെരഞ്ഞെടുത്തു. EJ ജോയ് എളനാട് മെമ്പർഷിപ്പ് കോർഡിനേറ്ററും ജോമറ്റ് ജോസ് കോടശ്ശേരി പ്രോഗ്രാം ആൻഡ് ഇവന്റ് കോർഡിനേറ്ററുമാണ്. മറ്റ് ഭരണസമിതി അംഗങ്ങളായി ജിനു ജോർജ് എളനാട്, അനിൽ അതിരപ്പള്ളി, AV അർജുനൻ, T രാംകുമാർ എളനാട്, ജോൺസൺ എന്നിവരെയും തെരഞ്ഞെടുത്തു. ഞാൻ അസംയുക്തമായിട്ട് പറയാം, ഏത് നിയമം എന്നെ എനിക്കെതിരെ വന്നാലും എനിക്കൊരു ഭയമില്ല. ഗാന്ധിജി നിയമം ലംഘിക്കാതിരുന്നുവെങ്കിൽ, ബ്രിട്ടീഷുകാരുടെ കരിനിയമങ്ങളാണ് തിരിച്ചറിഞ്ഞ് ഗാന്ധിജി അതിനെ തടുത്തില്ലായിരുന്നെങ്കിൽ, അതിനെ പ്രതിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാനും നിങ്ങളും ബ്രിട്ടീഷ് കോളനിയിലെ ഒരു പൗരൻ മാത്രമായിരിക്കും. അതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോധ്യമുണ്ടോ? തോന്നുന്നുണ്ടോ? അങ്ങനെ അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ ഒരു ദുസ്ഥിതിയിലേക്ക് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പ്രബുദ്ധരായ കർഷകർ നേരിടുന്നതാണ്. അതിന് മുമ്പിൽ അധ്യാപകർ ഇരിപ്പുണ്ട്, എനിക്കറിയാം. അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം. ഞാൻ സന്തോഷത്തോട് പറയാണ്, സർ, എൻ്റെ കൂടെ പഠിച്ചവന് 10ാം ക്ലാസ് എഴുതാൻ പോലും അറിയാതെ 210 മാർക്ക് കിട്ടിയാൽ മതി എന്നവർ ജയിക്കാനായിട്ട്. ആ മനുഷ്യന് ആ പയ്യൻ നല്ല ആരോഗ്യത്തോടെ കാത്തനായ ഒരു ഫാമിലിയുടെ മെമ്പറാണ്. അപ്പോൾ അവനെ 10ാം ക്ലാസ് എഴുതി ഒന്ന് പാസ്സാക്കി കിട്ടിയാൽ മതി, എവിടെയെങ്കിലും പട്ടാളത്തിലെങ്കിലും പോയി അവൻ രക്ഷപ്പെട്ടു കൊടുത്തൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അത് തമ്മിൽ അധ്യാപകർ തമ്മിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്നെപ്പോലുള്ള പാവങ്ങളുടെ അടുത്ത് ഇരുത്തിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇടയിലിരുത്തി 10ാം ക്ലാസ് നോക്കി എഴുതിയിട്ട് പോലും ഞങ്ങൾക്ക് ലഭിച്ച മാർക്ക് അവൻ ലഭിച്ചിട്ടാണ് സത്യം. നോക്കി എഴുതിയിട്ട് പോലീസിൻ്റെ സ്പെല്ലിങ്ങിൽ EE എഴുതി, എന്നും ഞാൻ രസകരമായിട്ട് നോക്കാണ്. പോലീസ് എന്ന ഇതിൽ EE എഴുതി, അവന് അതേ അറിയും. EE എഴുതിയ E എന്നുള്ളൊരു ഇത് കിട്ടും എന്നായിരിക്കും. I എഴുതിയില്ല, അതുപോലും എഴുതാൻ അറിയാത്തവർ ഇന്ന് പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഒരു SI ആയിട്ട്, പോലീസ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത അവന് മാസം കിട്ടുന്ന. ന്യൂസ് ഡെസ്ക് CCV.